വെൽക്കം ലൈവിലേക്ക്. വാഴ ചിരിക്കുവാണ്. അരുണേട്ടാന്ന് വിളിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സോളോ തന്നെയാണ് വാഴ അന്ന് മനസ്സിലായിരിക്കുവാണ്. ഇന്ന് സോളോ വാഴ രൂപത്തിലാണ് വന്നിരിക്കുന്നത്. വെൽക്കം സോളോ. ഞാൻ ചേട്ടാന്ന് വിളിക്കുന്നു. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മളെ അരുൺ പറഞ്ഞതുപോലെ വാഴ സോളോ തന്നെയാണ്. സോളോ ഞാൻ കണ്ടുപിടിക്കും തന്നെ എന്ന് പറഞ്ഞു. ഓക്കെ ഓക്കെ. ആദ്യമേ പറഞ്ഞതാണ്, ഞാൻ കണ്ടുപിടിക്കും ഏത് രൂപത്തിൽ വന്നാലും സോളോ നിന്നെ എന്ന്. ഓക്കെ, വെൽക്കം സോളോ. സ്വാഗതം ലൈവിലേക്ക്. എനിക്കിപ്പോൾ ഓരോ പുതിയ പേരുകൾ കാണുമ്പോഴും അത് സോളോ ആയിരിക്കും എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇന്ന് പക്ഷേ വാഴ കണ്ടപ്പോൾ തോന്നിയില്ല. ഞാൻ വാഴ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പം വാഴയ്ക്കകത്ത് കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അരുണേട്ടാന്ന് വിളിച്ച് ചിരിക്കുന്നുണ്ട്. നമ്മുടെ സോളോ വാഴ. സ്വാഗതം. തിരക്കൊക്കെ കഴിഞ്ഞോ സോളോ? അവിടുത്തെ ജോലി തിരക്കൊക്കെ കഴിഞ്ഞോ? ഇടവേളയാണോ, റെസ്റ്റാണോ, തിരക്ക് ഒഴിഞ്ഞ സമയമാണോ? ക്രിസ്മസ് ആയതുകൊണ്ട് നല്ല തിരക്കായിരിക്കും തോന്നുന്നു. ഞാൻ ശരിക്കും ഒരു വാഴയാണ്, അതുകൊണ്ടാണ് ഈ പേര്. ഓക്കെ ഓക്കെ. അതെന്താണ് ശരിക്കും ഒരു വാഴ എന്ന് പറയണേ? വാഴയ്ക്ക് എന്താ ഒരു കുഴപ്പമുള്ള? വാഴ എന്നുള്ള സർവ്വ സാധനങ്ങൾ തെങ്ങ് പോലെയാണ്. വാഴയിൽ നിന്നും ഒന്നും കളയാനില്ല. എല്ലാം ഗുണമുള്ള സാധനങ്ങളാണല്ലോ വാഴയ്ക്ക്. വാഴ നാര്, വാഴയില, കൊല. നമ്മൾ തോമാസ് പറയുവാണ്, സോളോ കംപ്ലീറ്റ് വെറൈറ്റി ഐഡിയ ആണ് കൊണ്ടുവരുന്നത്. ഓക്കെ ഓക്കെ. കംപ്ലീറ്റ് വെറൈറ്റി തന്നെയാണ് ഇന്ന്. എനിക്ക് മനസ്സിലായില്ല ഒട്ടും. പക്ഷേ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് സോളോയുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കൊക്കെ ഒരു വിഷയം കറക്റ്റാണ് മനസ്സിലാവുമായിരിക്കാം. വെൽക്കം. ആരൊക്കെയാണ് ലൈവിലുള്ളത്? ലൈവിലുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേ. സ്വാഗതം. നമ്മൾ SM ഫാമിലി ഒരു കമൻ്റ് ഇട്ട് പോയോ? ലൈവിൽ തന്നെ നിൽപ്പുണ്ടോ? ഹലോ, വെൽക്കം ഷിഫ. സ്വാഗതം ലൈവിലേക്ക്. അത് നമ്മളെ ഷിഫയും എത്തിയിട്ടുണ്ട്. ഹായ് പറഞ്ഞുകൊണ്ട് സ്വാഗതം ഷിഫ ലൈവിലേക്ക്. സുഖമാണോ ഷിഫയ്ക്ക്? ഓക്കെ മച്ചാൻ, വെൽക്കം മച്ചാൻ. ഹലോ പറഞ്ഞുകൊണ്ട് മച്ചാൻ വന്നിട്ടുണ്ട്. സ്വാഗതം മച്ചാനെ ലൈവിലേക്ക്. സ്വാഗതം. വാഴ എന്ന് പറഞ്ഞാൽ എന്നെക്കൊണ്ട് ഒരു പ്രയോജനമില്ല എന്നർത്ഥം. ആരാണ് പറഞ്ഞത് വാഴയെ കൊണ്ട് പ്രയോജനമില്ലെന്ന്? പറഞ്ഞില്ലേ, വാഴയെക്കൊണ്ട് എല്ലാം പ്രയോജനകരമാണ്, സുഖമാണെന്ന് പറയുവാണ് ഷിഫ. ഈ വാഴ ആരാണെന്ന് അറിയാമോ ഷിഫയ്ക്ക്? ഒന്ന് കണ്ടുപിടിച്ച് നോക്കി, ആരായിരിക്കും വാഴ? വാഴ എന്ന് പറഞ്ഞാൽ എന്നെക്കൊണ്ട് ഒരു പ്രയോജനമില്ല എന്നർത്ഥം. അത് വെറുതെയാണല്ലോ, അത് പറയുവാണ് അങ്ങനെ. വാഴയെപ്പോലെ എന്ന് പറഞ്ഞത് ചലിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അല്ല, വാഴയെക്കൊണ്ട് പ്രയോജനം എല്ലാവർക്കും ഉണ്ട്. എന്തിനാണോ സോളോ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുവാണ് നമ്മുടെ തോമ. അപ്പോൾ ഷിഫയ്ക്ക് ഇപ്പം മനസ്സിലായിരിക്കും ആളാരാണെന്ന് നമ്മുടെ തോമ ചോദിച്ചപ്പോൾ.